സംസ്ഥാനത്ത് വ്യാപകമായ മഴക്കെടുതികൾ തുടരുന്നു. 3 പേർ മരിച്ചു വിവിധ മഴക്കെടുതികളിൽ. അതിനിടയിൽ ഇടുക്കി മൂന്നാറിൽ ദേശീയപാതയിൽ മണ്ണിടിഞ്ഞു. മൂന്നാർ റീജിയണൽ ഓഫീസിന് സമീപം ദേശീയപാതയിലേക്കാണ് മണ്ണിടിഞ്ഞ് വീണിരിക്കുന്നത്. ബിനീഷ് ആന്റണി അവിടെ നിന്ന് ചേരുന്നു. ദേശീയപാതയ്ക്ക് സമീപം അവിടെ ദേശീയപാതയിലേക്ക് തന്നെ മണ്ണിടിഞ്ഞ് വീണതോട് കൂടിയിട്ട് അടുത്തുള്ള ഏതെങ്കിലും കെട്ടിടങ്ങൾക്ക് എന്തെങ്കിലും അപകടം പറ്റിയിട്ടുണ്ടോ? ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ടോ? എന്താണ് സംഭവിച്ചിട്ടുള്ളത്? ബനേഷ്, വൈകുന്നേരത്തോടുകൂടിയാണ് ഇത്തരത്തിൽ ശക്തമായ മഴയെ തുടർന്ന് ദേശീയപാതയിലേക്ക് മണ്ണിടിഞ്ഞ് വീണത്. ഇവിടെ ഉണ്ടായിരുന്ന വഴിയോര കടകളാണ് 4ഓളം കടകൾ, നിരവധി കടകളുണ്ട്, ഏതായാലും 4ഓളം കടകളാണ് പൂർണ്ണമായും തന്നെ ഈ മണ്ണിനടിയിൽപ്പെട്ടത്. അതോടൊപ്പം തന്നെ നിരവധി സഞ്ചാരികൾ വരുന്ന ഒരു പ്രദേശം കൂടിയാണ് ഈ വഴിയോര കടകൾ. നിരവധി സെക്ടർ വിൽപ്പനക്കാരുണ്ട്, അതോടൊപ്പം തന്നെ ചോക്ലേറ്റ് വിൽപ്പനക്കാരുണ്ട്, വിവിധ വിൽപ്പനക്കാരുള്ള ഒരു മേഖല കൂടിയാണ് ഈ മണ്ണിടിഞ്ഞ ഭാഗം എന്ന് പറയുന്നത്. ഇവിടെ നിരവധി സഞ്ചാരികളെല്ലാം വരുന്ന ഒരു പ്രദേശം കൂടിയാണ്. ഏതായാലും ഇന്ന് കട തുറക്കാത്തത് കൊണ്ട് തന്നെ സഞ്ചാരികളാരും ഇങ്ങോട്ട് എത്തിയില്ല. അതുകൊണ്ട് കടയിലുള്ള ആർക്കും തന്നെ, അല്ലെങ്കിൽ സഞ്ചാരികൾക്കോ അല്ലെങ്കിൽ ആ മണ്ണിടിച്ച സമയത്ത് ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ വലിയ രീതിയിലൊരു അപകടം ഉണ്ടായേനെ. അതൊന്നും ഇല്ലാണ്ട് തന്നെയാണ് ഇന്ന് ഈ മണ്ണിടിച്ചിലുണ്ടായത്. 4ഓളം കടകൾ പൂർണ്ണമായും തന്നെ മണ്ണിനടിയിൽപ്പെട്ടു. അതോടൊപ്പം തന്നെ ഇതുവഴിയുള്ള ഗതാഗതവും പൂർണ്ണമായി തന്നെ നിലച്ചു എന്ന് പറയാം. അതുകൊണ്ട് ഓൺ വേ സംവിധാനമാക്കിയാണ് പോലീസ് ഇതുവഴി വാഹനങ്ങൾ കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും മണ്ണിടിയാനുള്ള സാധ്യത ഇനിയും തള്ളിക്കളയാനാവില്ല. കാരണം മുൻപും സമാന രീതിയിൽ ഇവിടെ മണ്ണിടിഞ്ഞ കടകൾ മണ്ണിനടിയിൽപ്പെട്ടിരുന്നു. അന്നും ഇവിടെയുള്ള ആളുകളെ ഇവിടുന്ന് മാറ്റി പാർപ്പിച്ചിരുന്നു. എന്നാൽ പിന്നീടും ഇവിടെ കർശന നിർദ്ദേശം നൽകിയിരുന്നു, ഈ ഭാഗത്ത് കടകൾ അത് ഇടാൻ പാടില്ല എന്നുള്ള കർശന നിർദ്ദേശം ദേവികുളം സബ് കളക്ടർ നൽകിയിരുന്നു. എന്നാൽ ഇത് അവഗണിച്ചാണ് ഈ മണ്ണിന്റെ ഈ മണ്ണോട് ചേർന്ന് തന്നെ, ഈ ഇടിഞ്ഞ ഭാഗത്തോട് ചേർന്ന് തന്നെ വീണ്ടും കടകൾ നിർമ്മിച്ചത്. ഈ ഭാഗത്താണ് വീണ്ടും മണ്ണിടിച്ചിലുണ്ടായിരിക്കുന്നത്. ഏതായാലും ദേവികുളം സബ് കളക്ടറിന്റെ നിർദ്ദേശപ്രകാരം ഇവിടെ കർശന നിർദ്ദേശവും അതുപോലെ കർശന ജാഗ്രതയും പുലർത്താൻ തന്നെ വിവിധ വകുപ്പുകളോട് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏതായാലും മണ്ണിടിച്ച ഭാഗം എല്ലാം തന്നെ ഭാഗികമായി നീക്കം ചെയ്താണ് ഇപ്പോൾ ഗതാഗതം ഭാഗികമായി പുനഃസ്ഥാപിച്ചിരിക്കുന്നത്. ഏതായാലും ഇനി മണ്ണിടിയാനുള്ള ഒരു സാധ്യത നമുക്ക് തള്ളിയാക്കാനില്ല. കാരണം ശക്തമായ മഴയാണ് മൂന്നാറിലും സമീപ പ്രദേശങ്ങളുമായി ശക്തമായ മഴയാണ് പെയ്യുന്നത്. ദിനേഷ്, മാത്രമാണ് ഇടിയുന്നത് അല്ലേ? അതിൽ പാറക്കല്ലുകളില്ലല്ലോ അല്ലേ? മണ്ണും ചെറിയ രീതിയിലുള്ള പാറക്കല്ലുകളാണ് വന്ന് പതിച്ചിരിക്കുന്നത്. ഏതായാലും ചെറിയ രീതിയിലുള്ള കല്ലുകളാണ് പതിച്ച്, വലിയ പാറക്കല്ലുകൾ ഇല്ലാത്തതാണ് വലിയൊരു ആശ്വാസം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കൃത്യമായൊരു ജാഗ്രതാ നിർദ്ദേശം തന്നെ കളക്ടർ നൽകിയിട്ടുണ്ട്. ഇതുവഴി പോകുന്ന വാഹനങ്ങൾക്കും അതോടൊപ്പം യാത്രക്കാരും ശ്രദ്ധിക്കണം എന്നുള്ള ഒരു കൃത്യമായ ഒരു ജാഗ്രതാ നിർദ്ദേശം തന്നെ ദേവികുളം സബ് കളക്ടർ നൽകിയിട്ടുണ്ട്. പോലീസിനും ഇവിടെ നിരീക്ഷണം ഏർപ്പെടുത്താൻ പോലീസിനും ഈ മേഖലയിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇടുക്കി മൂന്നാറിൽ ദേശീയപാതയിൽ മണ്ണിടിഞ്ഞിരിക്കുന്നു. മൂന്നാർ റീജിയണൽ ഓഫീസിന് സമീപം ദേശീയപാതയിലേക്ക് മണ്ണിടിഞ്ഞു വീണ് 4 വഴിയോര കടകൾ പൂർണ്ണമായും തകർന്നിരിക്കുന്നു. ഈ സംഭവം നടക്കുന്ന സമയത്ത് കടകളിൽ ആളില്ലാതിരുന്നത് കൊണ്ട് വലിയ അപകടമാണ് ഒഴിവായത് എന്ന് ബിനീഷ് ആന്റണി റിപ്പോർട്ട് ചെയ്യുന്നു. ഇനി നേരെ കുവൈറ്റിലേക്ക് പോകാം. ദൂരത്തിരുന്നു കൊണ്ട് വീണ്ടും ഒരു ശസ്ത്രക്രിയ വിജയമാക്കിയിരിക്കുകയാണ് കുവൈറ്റ് മെഡിക്കൽ സംഘം. ഡോക്ടർ സാദ് ആൽ ദൊസാരിയുടെ നേതൃത്വത്തിലായിരുന്നു ശസ്ത്രക്രിയ. വൈദ്യ ചികിത്സാ മേഖലയിൽ വീണ്ടും പൊൻതിളക്കവുമായി കുവൈറ്റ്. വിദൂരതയിൽ ഇരുന്ന്